യെസ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് വാർത്താമാധ്യമങ്ങളെ കണ്ടത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഒന്നും തന്നെ പറ്റിയിട്ടില്ല അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരുതര അലംഭാവവും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടിയെടുക്കും എന്ന് സിദ്ധരാമയ്യ പറയുന്നു. ഈ ആളുകൾക്ക് നൽകിയ നഷ്ടപരിഹാരം കൊണ്ട് മരിച്ച ആളുകളുടെ ജീവൻ തിരിച്ചു കിട്ടില്ല. ആ അപകടത്തിൽ മരിച്ച ആളുകൾക്ക് ജീവൻ തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് അവിടെ മരിച്ച ആളുകൾക്ക് അദ്ദേഹം ദുഃഖം അറിയിക്കുന്നതായി വ്യക്തമാക്കി. അതേസമയം ഈ അർജുൻ്റെ കാര്യത്തിൽ തിരച്ചിൽ തുടരുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിനായി നാവികസേനയുടെയും അതുപോലെ കരസേനയുടെയും ഒക്കെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. NDRFും അതുപോലെ SDRFും ഒക്കെ കൃത്യസമയത്ത് അവിടെ അവർ രംഗത്ത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നോടൊപ്പം KV ബൈജു ഇപ്പോൾ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ KV ബൈജു, ബൈജുവിന് എന്താണ് അവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത്? മുഖ്യമന്ത്രി ഈ അവിടെ വീഴ്ച പറ്റിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നൊക്കെ പറയുന്നു. ഇനി എന്ത് സംഭവിക്കും എന്നാണ് മനസ്സിലാകുന്നത്? തീർച്ചയായും നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ വാക്ക് മുഖ്യമന്ത്രിയിൽ നിന്നും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതിന് പകരം സർക്കാരിന്റെ മുഖം രക്ഷിക്കുന്നതിനുള്ള ചില വാക്കുകൾ മാത്രമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത്. പ്രധാനമായും പറയുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ്. കാലാവസ്ഥ പ്രതികൂലമായതിനാലാണ് ഇത്രയും വൈകിയതെന്നാണ് അദ്ദേഹം വിശദമാക്കുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം വലിയ ദുഷ്കരമായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ കാലതാമസം നേരിടേണ്ടി വന്നു. ഇത്തരത്തിലുള്ള ാണ് അദ്ദേഹം കൂടുതലായും മുൻനിർത്തിയത്. അർജുന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ തിരച്ചിൽ തുടരുന്നു എന്നല്ലാതെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഈ വാഹനത്തിന്റെ ഒരു ഭാഗം കണ്ടതായുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും വാക്കുകൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു. പക്ഷേ അതിലൊന്നും നമുക്ക് ഒരു വ്യക്തത ഇപ്പോൾ അതിലും ഏറെ ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യം. ആ പ്രദേശത്ത് ഇപ്പോൾ ശക്തമായ മഴയെ തുടർന്ന് തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ്. സൈന്യം ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടും വളരെ പ്രതികൂലമായ കാലാവസ്ഥ ഇപ്പോൾ തെരച്ചിൽ നിർത്തിവെച്ച ഒരു സാഹചര്യം കൂടി നമുക്ക് ഇവിടെ നിന്നും നൽകാനുണ്ട്. വളരെ സങ്കടകരമായ വാർത്ത തന്നെയാണ്. നമ്മൾ ഇന്ന് വൈകിട്ടോടുകൂടി ഒരു നല്ല വാർത്ത നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ഈ പ്രകൃതി വലിയ തോതിൽ ശക്തമായ മഴ ആ പ്രദേശത്തുണ്ടായത്. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് ഇത്തരത്തിൽ ശക്തമായ മഴ ഉണ്ടായത്. ഏതായാലും ബൈജു അവിടെ ചീഫ് സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് കൂടുതലും അവിടെ നിന്ന് ലഭ്യമാകും എന്ന് കരുതാം. ഇപ്പോൾ പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു സമയം കൂടിയാണ്. നമ്മുടെ ന്യൂസ് 18-ൽ ജോൺ എന്നൊരു പ്രേക്ഷകൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. ജോൺ, നമ്മൾ കാത്തിരിക്കുകയാണ്, ആ കുടുംബം മാത്രമല്ല ഇന്ന് കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ് അർജുൻ എന്ന യുവാവിനെ. അയാളുടെ ജീവൻ എന്ന രാജ്യത്തിന് തന്നെ ഏറ്റവും വിലപ്പെട്ടതാണ്. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ സൈന്യവും എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ എങ്ങനെയും ജീവനോടെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം സൈന്യം ആരംഭിച്ചിരിക്കുന്നു. ശ്രീ ജോൺ, എന്തു തോന്നുന്നു? ഇപ്പോൾ നടപടിക്രമങ്ങൾ കുറെ കൂടി ഊർജിതമായി എന്ന് കരുതാനാകുമോ? അതെ, ഇന്നത്തെ നടപടിക്രമങ്ങൾ ഏകദേശം ഊർജിതമാക്കി എല്ലാം മിലിറ്ററി എല്ലാം വന്നതിലോടുകൂടി നമുക്ക് സന്തോഷമുണ്ട്. ആ വീട്ടുകാർക്ക് ശുഭപ്രതീക്ഷ നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമ്മളെ ദുഃഖത്തെ കഴിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾ ഇതിനടിയിൽ പോയെന്ന് അറിഞ്ഞതിന് ശേഷം ജില്ലാ ഭരണകൂടങ്ങൾ എടുക്കേണ്ട തീരുമാനമൊന്നും അതാത് സമയങ്ങളിൽ കൃത്യസമയത്ത് എടുത്തതായിട്ട് നമുക്ക് ഒരിടത്തും ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര പരാജയമായി. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ അലംഭാവം ഉണ്ടായി. മൺസൂൺ കാലഘട്ടത്തിൽ കളക്ടർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുക്കിക്കാരനാ. ഇടുക്കി ജില്ലയിലെ കളക്ടറിനെ ഇപ്പൊ മാറ്റിയിരിക്കുക. ഇതുപോലെ എന്തെങ്കിലും ദൂരം ഇപ്പൊ ഇടുക്കിയിലാണ് ഉണ്ടായെങ്കിൽ ഈ കളക്ടർ അന്തം വിട്ടിരിക്കും. അവിടെയാണ് ഏറ്റവും വലിയ പരാജയം. മറ്റേ ഏറ്റവും ഫസ്റ്റ് പ്രവർത്തിക്കുന്ന മിഷണറിയാണ് ജില്ലാ ഭരണകൂടം. അവിടെ പരാജയം വന്നാൽ പിന്നെ ആരോടും നമ്മൾ പറയേണ്ട കാര്യമില്ല. വളരെ വ്യക്തമാണ്. ശ്രീ ജോൺ ഇടുക്കിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. ഈ ചൊവ്വാഴ്ച രാവിലെ 8:45 ഈ കുന്ന് ഇടിയുന്നത്. റോഡരികിലുള്ള ചായക്കടയുടെ മുകളിലേക്ക് മണ്ണ് വീഴുന്നു. തൊട്ടു താഴെയുള്ള ഗംഗാവലിപ്പുഴയിൽ അത് പതിക്കുന്നു. ചായക്കടയിൽ ഉണ്ടായിരുന്നവരുൾപ്പെടെ 10 പേർ അന്ന് ദുരന്തത്തിൽപ്പെട്ടതായി ജില്ലാ ഭരണകൂടം ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കുന്നു. ഇതിലാണ് ഈ അപകടത്തിൽ കൂടിയാണ് അർജുൻ പെട്ടത് എന്ന് കുടുംബം പിന്നീട് കണ്ടെടുക്കുന്നു.
കൊയിലാണ്ടിയിൽ നിന്ന് ശ്രീ റഷീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റഷീദ്, ഇപ്പോൾ കർണാടക ഭരണ സംവിധാനം ഒരൽപ്പം കൂടി ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നുവെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. സൈന്യം അവരുടെ ദൗത്യത്തിലേക്ക് കടന്നിരിക്കുന്നു. കൂടുതൽ യന്ത്രസാമഗ്രികളുമായൊക്കെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ രക്ഷാപ്രവർത്തനം വിജയത്തിലെത്തും എന്നൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ശ്രീ റഷീദിന് എന്തു തോന്നുന്നു? ആശാവഹമായ ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് 6 ദിവസമായി നമ്മുടെ അരുൺ മണ്ണിനടിയിൽ കിടക്കുന്നു. ഈ ഒരു അവസ്ഥ നേരത്തെ വന്നിരുന്നെങ്കിൽ, അതായത് തുടക്കത്തിൽ തന്നെ ഈ ഒരു മിഷനറി, ഗവൺമെന്റ് മിഷനറി സടകുടഞ്ഞ് എഴുന്നേറ്റിരുന്നെങ്കിൽ നമ്മുടെ അർജുൻ രക്ഷപ്പെടുമായിരുന്നു എന്നൊരു പ്രതീക്ഷയാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഇപ്പോഴും 6 ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും അനിശ്ചിതത്തിൽ തന്നെയാണുള്ളത്. സൈന്യം വളരെ സജീവമായിട്ട് ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു. മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുങ്ങിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മഴ തടസ്സമായി നിൽക്കുന്നു, മഴ ശമിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ പ്രതീക്ഷ വെച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. വളരെ നന്ദി. അവിടെ നിന്നും വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, അവിടെ മഴ കനക്കുകയാണ്. സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ കാലാവസ്ഥ മൂലം ഉണ്ടാകുന്നത്. കനത്ത മഴ, ഇതുപോലുള്ള ഈ മണ്ണ് ഇടിഞ്ഞു വീഴാനൊക്കെ കൂടുതലും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമായിരിക്കാം ഇനി അങ്ങോട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. എന്നോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സൈനുദ്ദീൻ എന്നാണോ പേര് പറഞ്ഞത്? സൈനുദാസൻ, താങ്കൾ സൈനിക സേവനം ആർമി, ഇന്ത്യൻ ആർമി എത്തിയത് കൊണ്ട് നമുക്ക് അർജുനന്റെ ജീവൻ തിരിച്ചു കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ആ മണ്ണെല്ലാം നീക്കി കഴിഞ്ഞാലും അദ്ദേഹം ആ ക്യാബിനകത്ത് ഓക്സിജൻ കിട്ടും. പിന്നെ അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളമുണ്ട്. പിന്നെ എന്തായാലും ഈ മണ്ണിനകത്തുകൂടി ചെറിയ ഓക്സിജൻ എല്ലാം വരും. അദ്ദേഹം ജീവനോടെ കൂടി തിരിച്ചു വരുന്ന ഉള്ള ഒരു പ്രത്യാശ ഇന്ത്യൻ ആർമി എത്തിയതോടുകൂടി എനിക്കുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരെന്തായാലും തിരിച്ചു വരും. എല്ലാവരും പ്രാർത്ഥിക്കുക, അതാണ് എന്റെ മനസ്സ് പറയുന്നത്. സൈനുദ്ദീൻ എന്താണ് ചെയ്യുന്നത്? സൈനദാസ് ഇന്ത്യൻ ആർമിയിൽ കമാൻഡോ സർവീസ് കഴിഞ്ഞാൽ NSCയിലെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ കൃഷിയാണ് ജോലി. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങ് സൈനിക സേവനം അനുഷ്ഠിച്ച ഒരാളാണ് എന്ന് ആദ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ്. ശ്രീ സൈനുദാസൻ, ഇത്തരം സാഹചര്യങ്ങളിൽ പിന്നെ ഈ സൈന്യം എങ്ങനെയാണ് ഈ വിഷയങ്ങളിൽ പെട്ടെന്ന് ഇടപെടുക? അവരിങ്ങനെ കനത്ത മഴ പെയ്യുന്നു എന്ന് അവിടെ ഒരു വിവരം വരുന്നുണ്ട്. ഇതൊക്കെ ഒരു വലിയ പട്ടാളക്കാർക്ക് മഴ അല്ലെങ്കിൽ മഞ്ഞ ഒന്നും ഒരു പ്രശ്നമല്ല. കാരണം അവരുടെ ആ ഇത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാണ്, രാജ്യസ്നേഹം. എന്ത് കാര്യങ്ങളും തരണം ചെയ്യാൻ അവർക്ക് ധൈര്യമുണ്ടാകും ആ സമയത്ത്. അതുമാതിരി ശിക്ഷണമാണ് നമുക്ക് കിട്ടുന്നത്, കേട്ടില്ലേ? അതുകൊണ്ട് എവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് നല്ല ധാരണയുണ്ടാകും. അതുകൊണ്ട് അവര് ഇദ്ദേഹത്തെ അർജുനെ രക്ഷിക്കുന്നുള്ള ഒരു പ്രത്യാശ എനിക്കുണ്ട്. വളരെ വ്യക്തമാണ് സൈനുദാസൻ താങ്കളുടെ നിലപാട്. മാത്രവുമല്ല, ഒരു സൈനികൻ എന്ന നിലയിൽ വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷം. സൈന്യത്തിന് അതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ ആളുണ്ട്, സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ സൈന്യത്തിന് ഇത്തരം ദുർഘടമായ ഘട്ടങ്ങൾ അതിജീവിച്ചതിൻ്റെ ഒരു അനുഭവ സമ്പത്ത് കൂടി സൈന്യത്തിനുണ്ട് എന്നത് കൂടി ഇവിടെ ഒരു മുതൽക്കൂട്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ഒരു അപകടം, ആ അപകടത്തിൽപ്പെട്ട നമ്മുടെ അർജുനെ ഇത്രയും ദിവസമായി നമ്മൾക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല, രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നത് തീർത്തും അലംഭാവത്തിൻ്റെ ഭാഗമാണ് എന്നാണ് വിശ്വസിക്കേണ്ടത്. ഏതായാലും ഇന്ന് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ സംഭവ സ്ഥലത്ത് KB ബൈജുവുണ്ട്. അവിടെ നിന്ന് നടക്കുന്ന ഓരോ നീക്കങ്ങളും ഓരോ നേട്ടങ്ങളും അതേസമയം തന്നെ പ്രേക്ഷകരിൽ എത്തിക്കുകയും ചെയ്യും. ഏതായാലും ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ട് പെട്ടെന്ന് മടങ്ങിയെത്താം. വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ദൗത്യം അതിൻ്റെ സുപ്രധാനമായ ഘട്ടത്തിലേക്ക് അടുക്കുന്നു എന്നതാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. സുപ്രധാനമായ ഘട്ടത്തിലൂടെ, നിർണായക ഘട്ടത്തിലൂടെ രക്ഷാദൗത്യം കടന്നു പോവുകയാണ്. മണ്ണിടിച്ചിൽ ദുരന്തത്തിൻ്റെ സുപ്രധാനമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു രക്ഷാദൗത്യം. എല്ലാവരും കാത്തിരിക്കുന്ന, ഏറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രക്ഷാദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അവിടെയാണ് അതിൻ്റെ ആ ഘട്ടമെത്തുന്നത്. സൈന്യം രക്ഷാദൗത്യവുമായി
അവിടെ കളത്തിലിറങ്ങുന്നു. ദൗത്യമുഖത്ത്, ദുരന്തമുഖത്ത് കൂടുതൽ ശക്തമായി അവിടെ ഇപ്പോൾ സിദ്ധരാമയ്യയുണ്ട്, രാഷ്ട്രീയ നേതൃത്വമുണ്ട്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ആ രക്ഷാദൗത്യം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നു എന്നത് തന്നെയാണ്. വരുന്ന മിനിറ്റുകൾ നിർണായകമാണ്. അവിടെ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്, ഷിരൂരിൽ നിന്നും പ്രതീക്ഷിക്കാനാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ. യെസ്, പൊതുവേദി തുടരുകയാണ്. മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് വിളിച്ചു. ശ്രീ മുഹമ്മദ് ഈ മോട്ടോർ തൊഴിലാളിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ മുഹമ്മദിന് ഇത്തരം സാഹചര്യങ്ങളിൽ ഡ്രൈവർമാർ കുടുങ്ങുക ഉള്ള മുൻ അനുഭവങ്ങൾ ഉണ്ടോ? ഇതൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ 6 ദിവസവും പിടിച്ചു നിൽക്കാനുള്ള മനോബലം അർജുന് ഉണ്ടാകണം എന്നതാണ്. ശ്രീ മുഹമ്മദിന് എന്ത് തോന്നുന്നു ഇത്തരം? ഷാഹിറാണ് സംസാരിക്കുന്നത്. ഷാഹിർ, ഇത് വെച്ചാല് ഇത്രയും ദിവസമായിട്ട് അവര് കാണിക്കുന്നത് വെറും അനാസ്ഥ മാത്രമാണ്. കർണാടക ഗവൺമെന്റ് ഡ്രൈവർമാരുടെ ജീവന് ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ ദിവസം തന്നെ ആ GPS ലൊക്കേഷനും കാര്യങ്ങളും ഭാരത് ബെൻസിന്റെ GPS എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് കാണുന്നതാണ്. എവിടെയാണോ ഉള്ളത് അത് കറക്റ്റ് ആയിട്ട് കാണും. അതുവരെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അതർ സൈഡ് ആ വണ്ടി ഓപ്പോസിറ്റ് സൈഡാണ് അവർ JC കൊണ്ട് മാറ്റിയിരുന്നത്. ഇവരുടെ ജീവന് ഒരു പുല്ല് വില പോലും അവർ ഇതുവരെ കാണിച്ചില്ല. എസ് പിയോട് ആ കാര്യം പറഞ്ഞതിനാണ് ആ ഓണറെ തല്ലിയത്. അതൊക്കെ ഏറ്റവും മോശമായ കാര്യം. മനുഷ്യത്വം മരിച്ചിരിക്കുകയാണ്. കാരണം അവിടെ ജീവനുണ്ട്. അവന്റെ എഞ്ചിൻ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. വെള്ളത്തിൽ പോയിനെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് ആവില്ല. ഈ ഡ്രൈവർ അവിടെ ഡ്രൈവറെ അവിടെ രക്ഷിച്ചെടുക്കാൻ ഉടമസ്ഥൻ കുറെ ആളുകളുമായി അങ്ങോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് പറ്റാവുന്നൊക്കെ ചെയ്യാനായി ഉടമസ്ഥൻ ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരുന്നു. അതെ, ആ സമയത്ത് ആ SP നോട് സംസാരിക്കുന്ന സമയത്ത് SP അയാളെ തല്ലുകയാണ് ചെയ്തത്. അതെ, അദ്ദേഹത്തെ ഓടിച്ചു വിടുകയും പരമാവധി ബുദ്ധിമുട്ടിക്കുകയും. ഓടിച്ചു വിടുക, അയാള് കൃത്യമായിട്ട് അയാളെ ഫോണിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. GPS ലൊക്കേഷൻ ഇവിടെയാണ് കാണിക്കുന്നത്. ആ GPS ലൊക്കേഷനിൽ ആ കണക്കിന് അവര് JCB യോട് പ്രവർത്തിക്കണമായിരുന്നു. അതവർ ചെയ്തില്ല. ഈ 4 ദിവസമായിട്ട് ഇന്നാണ് ഈ മിലിറ്ററി ആർമിയെല്ലാം വരുന്ന സമയത്ത് ഇന്നാണ് കുറച്ചുകൂടി അവര് സ്ഥലത്തേക്ക് പോയത്. അതുവരെ അതർ സൈഡ് ആ പുഴയുടെ സൈഡിലുള്ള മണ്ണാണ് നീക്കിക്കൊണ്ടിരുന്നത്. ഒരു മനുഷ്യജീവൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം അവര് ഉണരുന്നില്ല. എന്തുകൊണ്ട്? കാരണം എന്ന് വെച്ചാൽ ആ ഡ്രൈവർ, വെറും ഡ്രൈവർക്ക് വേണ്ടിയിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് ബോധ്യപ്പെട്ട് കാണും കേരളത്തിന് അർജുൻ മാത്രം പ്രിയപ്പെട്ടതാണെന്ന്. ഈ നാട് ഒന്നിച്ച് നമുക്ക് പ്രിയപ്പെട്ട അവനെ ഒന്ന് ജീവനോടെ കാണാൻ വേണ്ടിയിട്ട് കേരളം ഒട്ടാകെ മുഴുവൻ കാത്തിരിക്കുക. യെസ്, ഏതായാലും വളരെ വ്യക്തമാണ് ഷാഹിർ ഈ അഭിപ്രായം. ഇത് നമ്മുടെ ഭരണ സംവിധാനങ്ങളും ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതുണ്ട്. ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനും ചില സൂചനകൾ പുറത്തു വരുന്നത് ഇതിനകം തന്നെ അവിടെ ലോറിയുടെ ചില ഭാഗങ്ങൾ ദൃശ്യമായി എന്ന അനൗദ്യോഗികമായ റിപ്പോർട്ടുകളാണ്. സ്ഥിരീകരണമില്ല, അതിന് കൃത്യത ഉണ്ടായിട്ടില്ല. അതിന് പൂർത്തീകരണം ഔദ്യോഗികമായി തന്നെ നൽകേണ്ടതുണ്ട്. കാരണം ഇത്ര ദിവസത്തെ കാത്തിരിപ്പാണ്. അതിനുശേഷം ഒരു കൃത്യമായ വിവരം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എല്ലാവരും കാത്തിരിക്കുക. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഇടപെടൽ, കടന്നുവരവ്, അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാ ഈ ദൃശ്യങ്ങളിൽ ആ ദൂരെയായി കാണുന്ന ഇടത്താണ് മുഖ്യമന്ത്രിയും സംഘവും അവിടെയുള്ളത്. അതിനുശേഷം മാധ്യമങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ ഇടത്തേക്കുള്ള അനുമതി നൽകിയിട്ടില്ല. മാധ്യമങ്ങൾക്ക് അനുമതി നൽകി ഇടം വരെ എല്ലാവരും കേന്ദ്രീകരിച്ചു നിൽക്കുകയാണ്. അതിനുശേഷം മുഖ്യമന്ത്രി മടങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായും മാധ്യമങ്ങളോട് പ്രതികരിക്കും. ചോദ്യങ്ങൾ ആരായും അദ്ദേഹം മറുപടി നൽകേണ്ടി വരും. 2-3 കാര്യങ്ങൾ. ഒന്ന്, ദൗത്യ സംഘം ഇടപെടൽ, ദുരന്തമുഖത്ത് നടത്താൻ ഇടപെടൽ, രക്ഷാപ്രവർത്തനത്തിന് വൈകലുണ്ടായോ, വീഴ്ചയുണ്ടായോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയേണ്ടി വരും. മറ്റൊന്ന്, ഇന്നത്തെ ദൗത്യത്തിന്റെ പുരോഗതി സംബന്ധിച്ച കൃത്യമായ വിവരം അദ്ദേഹത്തിന് പങ്കുവെക്കേണ്ടിയും വരും. ഈ കാഴ്ചകൾക്ക്, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ അർജുനായുള്ള തിരച്ചിലിൽ ഇപ്പോൾ കനത്ത മഴ
മഴയെ അതിജീവിച്ച് വേണം ഇനി രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങാൻ. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുകയാണ്. എന്നോടൊപ്പം ചേരുന്നത് വയനാട്ടിൽ നിന്ന് പ്രേക്ഷകനാണ് ഷറഫുദ്ദീൻ. ഈ പ്രതീക്ഷ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അർജുൻ ഇന്ന് തന്നെ നമുക്ക് അർജുനെ കാണാനാകും, അല്ലെങ്കിൽ അർജുനെ ആ മണ്ണിനടിയിൽ നിന്ന് നമുക്ക് രക്ഷിച്ചെടുക്കാനാകും എന്നൊരു വിശ്വാസം നമുക്കിപ്പോൾ വന്നിരിക്കുന്നു. പക്ഷേ കനത്ത മഴ ഒരു വലിയ വെല്ലുവിളിയായി തുടരുകയും ചെയ്യുന്നു. കഴിഞ്ഞ 6 ദിവസമായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു അർജുൻ്റെ വരവിനായി. ആദ്യഘട്ടങ്ങളിലുണ്ടായ വലിയ അത് വലിയ പ്രതിസന്ധിക്ക് കാരണമായി. ഏതായാലും ഈ അവസാന ഘട്ടത്തിൽ നമ്മൾ സന്തോഷിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. ശ്രീ ഷറഫുദ്ദീന് എന്ത് തോന്നുന്നു? ഇത്തരം ഒരു സാഹചര്യത്തിൽ കർണാടകം കുറെ കൂടി മനുഷ്യത്വം കാണിക്കേണ്ടതായിരുന്നില്ലേ? കർണാടകത്തിന്റെ ഭാഗത്ത് ഈ ഒരു സംഭവം നടന്നിട്ട് ഇപ്പം 6ാമത്തെ ദിവസമാണ് ഇന്നിപ്പം വരുന്നത്. ഈ 6 ദിവസത്തില് പിന്നെ ഇത്രയും വലിയൊരു മെയിൻ റോഡായിട്ട് അവിടെ ഒരു അപകടം നടന്നിട്ട് അവിടെ എത്ര പേര് പോയിട്ടുണ്ട്, കൂടുതൽ ആൾക്കാരുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആദ്യഘട്ടത്തിൽ ചിന്തകൾ വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അർജുന്റെ ഒരു കേരളത്തിൽ നിന്നുള്ള ഒരാൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ ശേഷമാണ് ഇത്രയും ശക്തമായിട്ട് വരുന്നത്. അതും തന്നെ ഒരു അലംഭാവത്തോടെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ ഒരു കുടുംബം ഒഴിച്ച് 10 ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പൊ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരാളുടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട്. അത് കാലാവസ്ഥ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ ഇപ്പം നിലവിലല്ല. നമ്മൾ രാവിലെ മുതൽ 1 മണിക്കൂറിലാകും അന്തിമദിനം ഇറക്കുന്നു, സൈന്യം എത്തും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നല്ലാണ്ട് നമ്മുടെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഇതിലേക്ക് ഇവിടെ എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ സംഭവം നടന്നതിന് ശേഷം അവിടെ അപകടത്തിൽ ഇനി ഒരു മലയാളി പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടും കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും ഒരു 6 ദിവസത്തിന് മുമ്പായിട്ട് കാര്യമായിട്ട് നടന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാം. ആദ്യഘട്ടത്തിൽ തന്നെ സമ്മർദ്ദം ചെലുത്തേണ്ടതായിരുന്നു അല്ലേ? ആയിരുന്നു ആദ്യഘട്ടത്തിൽ. കാരണം അവിടെ ഇപ്പൊ നമ്മൾ കേരളം ആയിക്കോട്ടെ കർണാടക ആയിക്കോട്ടെ ഒരു മനുഷ്യർ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ, ഞങ്ങൾ വയനാട്ടിലൊക്കെ എന്ന് പറഞ്ഞ ഒരു പ്രളയം വന്ന് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് അതിന് തീവ്രത മനസ്സിലാവും. പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഓടിക്കൂടുന്നതും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതൊക്കെ ഒരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നടക്കേണ്ട കാര്യമാണ്. 1 ദിവസം 2 ദിവസം 4 ദിവസം അങ്ങനെ പോകേണ്ട ഒരു കണക്കിൽപ്പെടുന്ന ഒരു കാര്യമല്ല. അപ്പം അവർ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു, വണ്ടി ഓഫായിട്ടില്ല എന്നുള്ള വിവരങ്ങളൊക്കെ കുടുംബക്കാർ നൽകിയ സമയത്ത് പോലും ഈ അടക്കമുള്ള ആൾക്കാർ ബന്ധപ്പെട്ടിട്ട് പോലും കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് 4ാമത്തെ ദിവസമാണ് പറയുന്നത്. 4 ദിവസം കുടുങ്ങി എന്ന് പറയുമ്പോഴാണ് ശരിക്കും കേരളക്കാർ തന്നെ ഈ വിവരം അറിയുന്നത്. അതെ, ഇത് ഇത്രയും നാൾക്ക് മുമ്പ് ഇന്ന് കാണിച്ച ജാഗ്രത ആദ്യ ദിവസം തന്നെ കാണിച്ചിരുന്നെങ്കിൽ, അതിനിടയിൽ ഒരു മനുഷ്യജീവനാണ് എന്ന ബോധം ആദ്യ ദിവസം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിനെത്രയോ മുമ്പ് തന്നെ അർജുനെ നമുക്ക് സന്തോഷത്തോടെ അർജുനെ ഇവിടെ സ്വീകരിക്കാമായിരുന്നു അല്ലേ? അത് മെയിൻ ആയിട്ടുള്ള റോഡാണ്. ഗോവ അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിൽ ഒരു അപകടം നടക്കുമ്പോൾ അതാത് ഗവൺമെന്റിൽ എത്ര ആളുകളാണ്, പ്രത്യേകിച്ച് അവിടെ ലോറികൾ പോവുകയും താവളം പോലെ ആക്കുകയും ആൾക്കാർ അവിടെ സ്റ്റേ ചെയ്യുന്നൊക്കെ ഒരു സ്ഥലമാണ്. അപ്പം അവിടെ ഒരു അപകടം നടക്കുമ്പോൾ ഒറ്റപ്പെട്ട പ്രദേശമല്ല. അപ്പം സ്വാഭാവികമായിട്ടും എത്ര പേരുണ്ട്, വാഹനങ്ങൾ കൂടുതലുണ്ട്. അത് കേരളം ആയിക്കോട്ടെ കർണാടക ആയിക്കോട്ടെ അതിന്റെ ഒരു ജാഗ്രത അവർ പാലിക്കണം. നമ്മുടെ ആൾ പെട്ടു എന്ന് അറിയുമ്പോൾ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ 4 ദിവസത്തിനടുത്ത് ഒന്നുകൂടി തീവ്രമാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. യെസ്, ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. GPS റഡാർ എന്നിവയിൽ നിന്ന് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ലോറി ഇല്ല എന്നാണ് കർണാടക റവന്യൂ മന്ത്രി ಕೃಷ್ಣ ಭೈರವ ಗೌಡ പറയുന്നത്. ಇನಿ ಈ ಪ್ರದೇಶದ ಮಣ್ಣು ಇಲ್ಲ ಎನ್ನು ಮಂತ್ರಿ പറഞ്ഞു. ಗುಡ್ಡ ಕುಸಿತ ಆಗಿರುವಂತಹದ್ದು ಮುಕ್ಕಾಲು ಪಾಲು ನದಿಗೆ ಬಿದ್ದಿದೆ. ಸ್ವಲ್ಪ ಭಾಗ ಏನು ರಸ್ತೆಯ ಮೇಲೆ ನಿಂತಿತ್ತು, 5 ಕಾರ್ಯಾಚರಣೆಯಿಂದ ರಸ್ತೆ ಮೇಲೆ ಮಣ್ಣನ್ನು ಯಾವ್ದು ಬಾಡಿ ಆಗಿದೆ ಅವು ಸಹಕಾರದಿಂದ ನೀರಿನಲ್ಲಿ ಕೊಚ್ಚಿ ಹೋಗಿದ್ದಂತ ಬಾಡಿ ಬೇರೆ ಕಡೆ ಮುಂದೆ ನದಿಗೆ ಬಿದ್ದಿರುವಂತಹ ಪೋರ್ಷನ್ ಸಾಕಷ್ಟು ಮಣ್ಣು ನದಿಗೆ ಸೇರಿದೆ. ನದಿಯ ಕೆಳಗಡೆನೂ ಕೂಡ ಒಂದು ಪರ್ವತದ ರೀತಿಯಲ್ಲಿ ಕುಸಿತ ಆದಂತ ಮಣ್ಣು ನದಿಯಲ್ಲಿ ಇದೆ. ಸೊ ಈಗ ಅದರಲ್ಲಿ ಕೂಡ ನಾವು ನೇವಿವರೆಗೆ ಮತ್ತು NDRF SDRF ಆರ್ಮಿಯವರಿಗೆ ರಿಕ್ವೆಸ್ಟ್ ಮಾಡಿದ್ದೇವೆ. ಅಲ್ಲಿ ಏನಾದ್ರೂ ನಾವು ಅದನ್ನ ಏನಾದ್ರೂ ಮಾಡಬೇಕಾ ಅಂತ ಸಲಹೆಯನ್ನ ಅವರಿಂದ ಕೇಳಿದ್ದೇವೆ. ಯಾಕಂದ್ರೆ ಅದು ಬಹಳ ಅಪರೂಪದ ಪರಿಸ್ಥಿತಿ ಅಲ್ಲಿರ್ತಕ್ಕಂಥದ್ದು. ಅಲ್ಲಿ ಏನಾದ್ರೂ ರೆಡಾರ್ ಇಟ್ಟು ಸ್ಕ್ಯಾನ್ ಮಾಡಿ ಆ ಸ್ಕ್ಯಾನ್ ಇಂದ ಏನಾದ್ರೂ ನಮಗೆ ಸಿಗುತ್ತಾ ಅಂತ ಕೇಳಿದ್ದೇವೆ. ನೇವಿನವರು ಮತ್ತೆ ಇವತ್ತು ಆರ್ಮಿಯವರು ಇವತ್ತು ಬಂದಿದ್ದಾರೆ, ಅವರೆಲ್ಲ ಏರಿಯಾನು ಕೂಡ ಸ್ಕ್ಯಾನ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ.
ಅವ್ರು ಏನ್ ವರದಿ ಕೊಡ್ತಾರೆ ಅದರ ಆಧಾರದ ಮೇಲೆ ಮುಂದೇನು ಸಹ ಮಾಡ್ತೇವೆ. ನಾವೆಲ್ಲರೂ ಗಮನಿಸಬೇಕಾಗಿರೋದು ಅದು ಜಿಯೋಲಾಜಿಕಲ್ ಸರ್ವೆ ಆಫ್ ಇಂಡಿಯಾದವ್ರನ್ನು ಕೂಡ ನಾವು ಕರೆಸಿದ್ವಿ ರಾಜ್ಯ ಸರ್ಕಾರದಿಂದ. ಅವರು ಬಂದು ಅಧಿಕೃತವಾಗಿ ನಮಗೆ ಫುಲ್ ರಿಪೋರ್ಟ್ ಅನ್ನ ಕೊಟ್ಟಿದ್ದಾರೆ. ಇದೊಂದು ಆಕ್ಟಿವ್ ಲ್ಯಾಂಡ್ ಸ್ಲೈಡ್ ಏರಿಯಾ, ಇದು ಬಹಳ ಎಚ್ಚರಿಕೆಯಿಂದ ಇರಬೇಕು. ಇಲ್ಲಿ ಯಾವಾಗ ಬೇಕಾದರೂ ಮತ್ತೆ ಗುಡ್ಡ ಕುಸಿಯುವಂತ ಸಾಧ್ಯತೆ ಇದೆ ಅಂತ ಹೇಳಿದ್ದಾರೆ. ಅದರ ನಡುವೆಯೂ ಕೂಡ ರಸ್ತೆಯ ಮೇಲೆ ಇದ್ದಂತ ಮಣ್ಣನ್ನ ತೆರವು ಮಾಡುವಂತ ಕಾರ್ಯಾಚರಣೆ ಬಹುತೇಕವಾಗಿ ಆಗಿದೆ. ಇನ್ನ ನೀರಿಗೆ ಬಿದ್ದಿರುವಂತ ಭಾಗದಲ್ಲಿ ಏನ್ ಮಾಡಬೇಕು ಅನ್ನೋದನ್ನ ನೇವಿಯವರು ಆರ್ಮಿಯವರ ಸಲಹೆ ತಗೊಂಡು ತೀರ್ಮಾನ ಮಾಡ್ತೇವೆ. യെസ്, അത് റവന്യൂ മന്ത്രി കൃഷ്ണ ബൈർഗൌഡ ആണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. GPS-ഉം റഡാർ അതുപോലെ അവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ ലോറി ഇല്ല. ഇനി കൂടുതൽ മണ്ണ് അവിടെ നിന്ന് നീക്കാൻ പറ്റില്ല എന്നും പറയുന്നു. അത് വലിയൊരു ആശങ്കയ്ക്കാണല്ലോ വഴിവെക്കുന്നത്. എന്നോടൊപ്പം MG മിഥുൻ ചേരുന്നുണ്ട്. MG മിഥുൻ, മന്ത്രി ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത്, GPS-നും റഡാറിനും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ സ്ഥിരീകരിച്ച സ്ഥലത്ത് ഇപ്പോൾ ലോറി ഇല്ല. സ്വാഭാവികമായും ആദ്യം നമുക്കൊരു സംശയമുണ്ടായിരുന്നു ലോറി പുഴയിലേക്ക് വീണിട്ടുണ്ടോ എന്ന്. അപ്പോൾ മണ്ണിനടിയിൽ അർജുൻ ഇല്ല എന്ന് സ്ഥിരീകരിക്കാൻ സമയമായോ? മനു, നിലവിൽ ഈ റവന്യൂ വകുപ്പ് മന്ത്രി അവിടെ എത്തി സ്ഥലം സന്ദർശിച്ചതിന് ശേഷം അവിടുത്തെ സ്ഥിതിഗതികളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ മുമ്പിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. നിലവിൽ ഈ റോഡിന്റെ ഭാഗത്ത് ലോറി കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ മണ്ണ് ഇടിഞ്ഞു വീഴാനുള്ള സാഹചര്യം ഇനിയും നിലനിൽക്കുന്നുണ്ട്. അതായത് അവർ പ്രധാനമായും പറയുന്നത് ഈ മണ്ണിടിഞ്ഞ വീണ് ഈ റോഡിലേക്ക് വന്ന മേഖലയിലെ മുഴുവൻ മണ്ണ്, ഏകദേശം ഒരു 98% മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ തലത്തിലേക്ക് പോയാൽ, കാരണം നിലവിൽ അതിശക്തമായ മഴ അവിടെ ഇടവിട്ട് തന്നെ പെയ്യുകയും ചെയ്യുന്നു. രാത്രിയിലും വലിയ അതിശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ മണ്ണ് നീക്കം ചെയ്താൽ വലിയ രീതിയിൽ വീണ്ടും മണ്ണ് മുകളിൽ നിന്ന് ഇടിച്ചു വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത് വലിയ അപകടത്തിലേക്ക് പോവുകയും ചെയ്യുമെന്നുള്ളൊരു നിഗമനമാണ് നിലവിൽ റവന്യൂ വകുപ്പ് പറയുകയും ചെയ്യുന്നത്. അതായത് നിലവിൽ ഈ ലോറി കണ്ടെത്തി, അതായത് ലോറി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഈ റോഡിന് മുകളിൽ ഉള്ള മണ്ണുകളെല്ലാം തന്നെ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നും തന്നെ ലോറി കണ്ടെത്താനായിട്ടില്ല. ഒപ്പം തന്നെ നമുക്കറിയാം, ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മറു സൈഡ് പുഴയാണ്. ആ പുഴയിലേക്ക് കുറേയധികം മണ്ണ് ഇടിഞ്ഞു വീണ് കിടപ്പുണ്ട്. ആ ഭാഗത്തേക്ക് കൂടിയുള്ള തെരച്ചിൽ ഇനി വ്യാപിക്കേണ്ടതായിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ദുഷ്കരമാണ് എന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം വെള്ളത്തിലൂടെയുള്ള പ്രവർത്തനം, അത് ആ ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അവിടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി വിദഗ്ധരുടെ അഭിപ്രായം തേടേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ അതിനുവേണ്ടി ഉള്ള ഇവിടെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ലോറി റോഡിൽ നിൽക്കുകയായിരുന്നെങ്കിൽ സ്വാഭാവികമായും ലോറിക്ക് മുകളിലേക്കായിരിക്കും മണ്ണ് വന്ന് വീഴുക എന്നതാണ് ഒരു അനുമാനം. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ആ ഘട്ടത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അതിനടിയിലില്ല എന്ന് ഉറപ്പിച്ചു വന്നാൽ പിന്നെ ഈ മണ്ണിൻ്റെ ഫോഴ്സ് കൊണ്ട് ലോറി എങ്ങോട്ടെങ്കിലും തെന്നി നീങ്ങാനുള്ള ഒരു സാധ്യത മാത്രമേ പിന്നെ ബാക്കിയുള്ള അവിടെയാണെങ്കിൽ. അല്ല, ഇതൊന്നും അറിയാതെ അർജുൻ വേറെ എവിടെയെങ്കിലും ആണ് ഉള്ളത് എങ്കിൽ അത് ബാധകവുമല്ല. പക്ഷേ എപ്പോഴും ഒരു കണക്ക് കൂട്ടൽ ഇതിന് സമീപത്ത് വെച്ച് തന്നെ അർജുൻ ഉണ്ട് എന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുഴയിലില്ല എന്ന് ആദ്യം നാവികസേന ഏറെക്കുറെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനിയും പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോഴും സംശയം പുഴയിലേക്ക് തന്നെയാണോ നീങ്ങുന്നത്? അതായത് റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നതനുസരിച്ച്, അതായത് ഈ മണ്ണിടിഞ്ഞ് വീണതിന് ശേഷം ഈ പുഴയുടെ സൈഡിലേക്ക്, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആ പ്രദേശത്തേക്ക് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞുണ്ട്. ആ മേഖലയിൽ കൂടി ഇനി തിരച്ചിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്ന് മണ്ണ് കോരി ശേഷം അവിടെ ഏതെങ്കിലും തരത്തിൽ ലോറി ഉണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യമാണ്, അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇനി പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. നിലവിൽ ഈ റോഡിലേക്ക് വീണ മണ്ണ് ഏകദേശം 98% പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് മാറ്റിയും നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നും ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യം. ഒപ്പം തന്നെ ഈ സമയത്ത് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ലോറി തെന്നി മാറി പോയിട്ടുണ്ടാകാമോ, അല്ലെങ്കിൽ ഈ മണ്ണിടിഞ്ഞ് വീഴുന്ന ആ ഭാഗത്തേക്ക് ഒരു പക്ഷേ പോയിട്ടുണ്ടാകാം എന്നുള്ള കാര്യം കൂടി അവർ നിഗമനത്തിലുണ്ട് എങ്കിൽ പോലും തന്നെ അത് ഒരു തരത്തിൽ ഒരു കൺക്ലൂഷനിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ റഡാർ സംവിധാനം കൂടുതൽ അത് കുറെ മെച്ചപ്പെട്ട സംവിധാനമോ അല്ലെങ്കിൽ ഇതിനടിയിൽ എന്തുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന എന്തെങ്കിലും സാങ്കേതിക വിദ്യയോ കൂടുതൽ പ്രയോജനപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് അല്ലേ? അങ്ങനെ നോക്കിയല്ലേ ഇനി നമുക്ക് കുഴിക്കാനോ മണ്ണ് നീക്കം ചെയ്യാനോ കഴിയുകയുള്ളൂ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ എന്തായാലും സേനാ വിഭാഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരുമായി കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. ഇനി തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. കാരണം ഇനി ഇരുട്ടാവാൻ പോകുന്നു. നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിലച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇരുട്ട് കൂടുന്തോറും രക്ഷാപ്രവർത്തനത്തെ അത് വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ ശക്തമായ മഴ ആ മേഖലയിൽ പ്രകടമാവുകയും ചെയ്യും. രാത്രിയോടുകൂടി വലിയ ശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാധ്യത ഇവർ വ്യക്തമാക്കി. ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് പറയുന്നതനുസരിച്ച് വീണ്ടും ലാൻഡ് തന്നെ
ഈ രീതിയിൽ, അതായത് ഇന്ന് എത്രത്തോളം മണ്ണ് നീക്കാൻ സാധിച്ചോ ആ രീതിയിൽ ഇനിയും മണ്ണ് അവിടെ ഇടിഞ്ഞ് റോഡിലേക്ക് പതിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം കൂടിയാണ് ജിയോളജിക്കൽ സർവേ മുമ്പോട്ട് വെക്കുകയും ചെയ്താലും അത് പാലിച്ചുകൊണ്ട് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് ഏകദേശം ഒരു 95% മണ്ണ് നീക്കിയതിനു ശേഷം ആ കരുതലോട് കൂടി തന്നെയാണ് അവർ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഇനിയുള്ള ിലേക്ക് വീണിട്ടുണ്ടാകും അല്ലെങ്കിൽ പ്രധാനമായും ഈ ഒരു നമുക്ക് അതിലേക്ക് മടങ്ങി വരാം. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് ശ്രീകുമാർ ചേരുന്നു. ശ്രീകുമാറിന് എന്താണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്? ഇത്തരം ഒരു ഏതെങ്കിലുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണോ ശ്രീകുമാർ? നമ്മളിത് ചോദിക്കുന്നല്ലോ, നമ്മുടെ ഇതേമാതിരി നമ്മുടെ ഒരു ഡ്രൈവറാണ് പോയത്. ശ്രീകുമാർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്? ഹലോ, ശ്രീകുമാർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്? ഞാൻ ദൈവത്തില് സൂക്ഷിക്കുന്ന ആളാ. യെസ്, ഏതായാലും വ്യക്തമാണ്. നമുക്ക് ഈ എത്രയും പെട്ടെന്ന് ഈ അർജുനെ രക്ഷിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. ഉമേഷ് എന്നൊരു പ്രേക്ഷകൻ പാലയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഉമേഷ്, ഈ റഡാറും GPS ഉള്ള കണ്ടെത്തിയ സ്ഥലത്ത് ഇപ്പോൾ അർജുനോ ലോറിയോ ഇല്ല എന്നാണ് ഇപ്പോൾ കൃഷ്ണബേർ ഗൗഡ അവിടെ നിന്ന് പറയുന്നത്. അദ്ദേഹം അവിടുത്തെ റവന്യൂ മന്ത്രി കൂടിയാണ്. ഇനി ഇത് നമുക്ക് വലിയ ആശങ്കയിലേക്കാണല്ലോ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് നമ്മൾ കരുതുന്നു. GPS സംവിധാനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 1/2 കിലോമീറ്റർ ഇട്ട് നമ്മുടെ വണ്ടി ഏത് വാഹനമാണല്ലോ അത് അവിടെ കിടക്കുന്നവരും നമ്മളെ കാണിക്കും. അത് 1/2 കിലോമീറ്റർ ഇടയിട്ട് ഏത് സ്ഥലമാണെന്നുള്ള കറക്റ്റായിട്ട് കാണിക്കും. ഇന്ന സ്ഥലമൊന്ന് കറക്റ്റായിട്ട് കാണിക്കാം. 1/2 കിലോമീറ്റർ GPS സംവിധാനം അങ്ങനെയാണ്. അപ്പോൾ മനുവിന്റെ ഒരു കാറാണ് ശരി, എന്റെ വണ്ടിയാണ് ശരി, നമ്മുടെ വണ്ടി നഷ്ടപ്പെട്ട ഇന്ന ഏരിയയിൽ ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. അല്ല കറക്റ്റായിട്ട് സ്ഥലം കാണിക്കില്ല. അത് തെറ്റായ ഒരു ധാരണ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഈ മണ്ണെന്ന് പറയുന്ന മനു ഇത് മണ്ണായിട്ട് ഇടിഞ്ഞ് മൊത്തത്തോടെ പോരുമല്ല. ഈ വെള്ളം ഒരുപാട് വെള്ളവും കല്ലും മണ്ണും മണ്ണുമായിട്ട് ഇത് തെന്നി വരുവാ ചെയ്തത്. തെന്നി വന്ന സമയത്താണ് ആ ടാങ്കർ ലോറി 40 ടൺ നല്ല ഈ ലോറിയുള്ളൂ 80 ടണ്ണുള്ള ടാങ്കർ ലോറി എടുത്ത് ആറ്റിന് നടുക്ക് കൊണ്ട് കളഞ്ഞത്. നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്, നിങ്ങൾ ഉൾപ്പെടെ ചാനൽ കാണിച്ചു. ഇത് എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ അവിടെ ഒരു 200-210 ഇഞ്ച് വണ്ണമുള്ള ആ കടയുടെ മുറ്റത്ത് ഒറ്റ മരമായിട്ടുള്ള ഒരു മരം ഉണ്ടായിരുന്നു. ആ മരം ഇല്ല അവിടെ. ഒന്നുകിൽ ആ ലോറി പോയി നമ്മുടെ അർജുന്റെ വണ്ടി പോയ ലോറി തെന്നിപ്പോയി അതിനിട്ട് ഇടിച്ച് ഒന്നുകിൽ ആ ആറ്റിലും ഇതിന് ഇടയ്ക്കായിട്ടുള്ള പേസ് മണ്ണ് സഹിതമായിട്ട് മണ്ണ് മേലിൽ കിടപ്പുണ്ട്. വണ്ടി സാധനം അവിടെ തന്നെയാണ് ഉള്ളത്. നമ്മൾ തെറ്റായ ഒരു പരിപാടി കാണിച്ചിട്ട് ഈ GPS സംവിധാനം അവിടെ കാണിച്ചെന്ന് പറഞ്ഞാൽ അവിടെ പോയി തരും. നമ്മൾ താഴോട്ട് തിരഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ പറ്റിയിരിക്കുന്നതെന്ന് വെച്ചാൽ അതിന് മുകളിലോട്ട് ലോഡ് ടെണ്ണ് കണക്കിന് മണ്ണ് കൊണ്ട് തള്ളുകയും ചെയ്തു. ഈ സാധനം ആറ്റിലും പോയിട്ടില്ല, പുഴയിലും പോയിട്ടില്ല, അവിടെയല്ല. ഇതിനെ മധ്യത്തിൽ ഈ സാധനം ഉണ്ടെന്നുള്ള ഉറപ്പായ കേസാണ് ഇത്. തെന്നിപ്പോവാ ചെയ്തത്. അപ്പൊ അവിടെ വേറെ നിരവധി വണ്ടി കിടപ്പുണ്ടല്ലോ. ആ വണ്ടി എല്ലാം ഉൾപ്പെടെ പോയത്. അതിലൊരു വണ്ടി ടാങ്കറാണ് അവിടെ പോയി നടുക്കായിട്ട് കിടക്കുന്നത്. ആ ടാങ്കർ കിടക്കുന്നത് 80 ടൺ നിറ ടാങ്ക് ആണെങ്കിൽ അത് ടൈലറാ. ആ ടൈലർ എന്ന് പറയുന്നത് 80 ടണ്ണോളം അടുത്ത് വരും നിറയാണത്. അപ്പൊ അത് സഹിതം അവിടെ ഇപ്പോൾ അടുത്ത അവിടെ നിന്ന് എന്താണ് അടുത്ത നീക്കം? അവിടുത്തെ ഉദ്യോഗസ്ഥരും അതുപോലെ ഈ രക്ഷാപ്രവർത്തകരും പൂന ഏറ്റുമാനൂർ വണ്ടിയെ പൊക്കൊണ്ടിരുന്ന കേട്ടോ. ഈ ചോറത്ത് പൊക്കൊണ്ടിരുന്ന ഒരാൾ. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അതുപോലെ 1ഉം 2ഉം വണ്ടിയായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുകയല്ല. ഒറ്റപ്പെട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മളെ ആക്രമണം ഉണ്ടാവും. എപ്പോഴാണ് പിടിച്ചുപറിക്കാർ കയറി വരുന്നത്? നമ്മൾ 5-6 വണ്ടി. ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ അഭിജിത്ത് നമുക്കൊപ്പം ചേരുന്നു, യൂത്ത് കോൺഗ്രസ് നേതാവ്. അഭിജിത്ത്, MK രാഘവനുമൊപ്പം താങ്കൾ രാവിലെ അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ആ സമയത്ത് ടെലിഫോൺ പലതരം ശ്രമിച്ചപ്പോഴും റേഞ്ചിൻ്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോഴവിടെ എത്തിക്കഴിഞ്ഞല്ലോ. അവിടെ നിന്ന് സന്തോഷകരമായി എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് നല്ല ഒരു ശുഭവാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ എന്തുണ്ട് അഭിജിത്ത്? നോക്കൂ, നമ്മളൊക്കെ ഇന്നലെ വരെ രാഘവൻ MP അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് വരാനുള്ള കാര്യം എന്തെങ്കിലും കഴിയുന്ന ഇടപെടൽ. ഇപ്പൊ കോഴിക്കോട് നിന്നെല്ലാം എല്ലാ രീതിയിലുള്ള ഇടപെടൽ MK രാഘവൻ ഇങ്ങോട്ട് വന്നത്. ഈ രീതിയിലുള്ള CM-നെയും ഡെപ്യൂട്ടി വുമായി ബന്ധപ്പെട്ട് പുറം ലോകത്തെ അറിയിക്കാനും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികൾക്കെല്ലാം വാഹനത്തിൽ അർജുൻ ഉണ്ടെന്നും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് വന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് ആ കരയിലെ മണ്ണ്, ഈ
ദുഷ്കരമായ കാലാവസ്ഥയാണ്. ഞങ്ങൾ വന്നപ്പോൾ അതിരൂക്ഷമായ മഴയായിരുന്നു. എല്ലാവരും അതിന്റെയൊക്കെ എല്ലാ പ്രയാസങ്ങളും എല്ലാവരും കണ്ടിട്ടുണ്ടാകും. കഴിയുമെന്നാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. നമ്മളൊക്കെ മണ്ണ് ഒന്നാകെ വെള്ളച്ചാട്ടത്തോടു കൂടി ഒന്നാകെ ഒലിച്ചു പോയതാണ്. അവിടെയുള്ള കട ഒഴുകിയത് അതൊക്കെ നമ്മൾ കാണുകയാണ്, വിഷ്വലിൽ കാണുകയാണല്ലോ. അപ്പൊ ആ രീതിയിൽ വലിയൊരു പ്രതിസന്ധി ഇപ്പം നിലവിലുണ്ട്. പക്ഷേ ഇപ്പൊ ഈ അവിടുത്തെ റവന്യൂ മന്ത്രി വ്യക്തമാക്കിയത് GPS-ലും റഡാറിലും ഒക്കെ അവര് റഡാർ GPS-ഉം ഒക്കെ അവർ പരിശോധന നടത്തിയപ്പോൾ കണ്ട ആ സ്ഥലത്ത് ഇനി വലിയ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ആശങ്ക അവിടെ നിന്ന് വരുന്നു. ഇനി അവിടെ ഇല്ലേ എന്നുള്ള സംശയം വരുന്നു. ആയിരക്കണക്കിന് ലോഡ് മണ്ണുകൾ അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞു. ആ റോഡിൽ എനിക്ക് മണ്ണ് മാറ്റി നമുക്ക് വലിയൊരു പ്രതീക്ഷ അവിടെ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരിക്കുകയാണ്. അല്ല മറ്റെന്തെങ്കിലും ആണ്. നമുക്ക് തന്നെ അറിയാം, ഇപ്പം ഒരു ടാങ്കർ, വലിയ ടാങ്കർ 7 കിലോമീറ്റർ അപ്പുറത്താണ് ഒഴുകിപ്പോയത്. അപ്പൊ ആ രീതിയിൽ ഉണ്ടായിരുന്ന വലിയ കെട്ടിടങ്ങൾ, വലിയ വീടുകൾ, കുറേയേറെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ വാഹനത്തിലും അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു, അത് പുഴയിലേക്ക് വീഴാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത്. ഇപ്പൊ ബഹുമാന്യ ശ്രീ സിദ്ധരാമയ്യയുമായി ശ്രീ MK രാഘവനും ശ്രീ അഷ്റഫ് MLA അടക്കമുള്ള ആളുകൾ, ഞങ്ങൾ 3 ആളുകളും അദ്ദേഹത്തെ കണ്ടു. ശ്രീ MK രാഘവന്റെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ അദ്ദേഹം ആ യോഗത്തിൽ സൂചിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഈ അന്വേഷണം തുടരും. അർജുൻ അടക്കം 3 പേർ, ഇപ്പൊ 3 പേരാണ് മിസ്സിംഗ് ആയി ഔദ്യോഗികമായിട്ട് ഇവരെ കണക്കിലുള്ളത്. ആ 3 പേരെ കണ്ടെത്തുന്നതുവരെയുള്ള തെരച്ചിൽ തുടരും. അതിന് എല്ലാ ആർമി അടക്കം നേവി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളെയും നിലവിൽ കർണാടക സർക്കാർ ബന്ധപ്പെട്ടു. അവരെ NDRF അടക്കമുള്ള നമ്മളുടെ സംവിധാനങ്ങളെല്ലാം ഈ തെരച്ചിലാണ്. അപ്പൊ അങ്ങനെ തെരച്ചിലുമായി മുമ്പോട്ട് പോകുമ്പോൾ അവർ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സർക്കാരിന്റെ എല്ലാ വിധത്തിലുമുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നും. ഇപ്പൊ ഇനി കാർവാറിലേക്കാണ് CM സിദ്ധരാമയ്യ ഇപ്പം പോയിരിക്കുന്നത്. കാർവാറിലേക്കാണ്. കാർവാറിൽ SP-യും കളക്ടറും അടങ്ങുന്ന ജില്ലാ ഓഫീസർമാരുടെ എല്ലാം മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. ആ രീതിയിലുള്ള ഫോളോ അപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. ഏത് രീതിയിലെങ്കിലും അർജുനെ കണ്ടെത്തണം എന്നുള്ള ശ്രമകരമായ ദൗത്യവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. അതിന്റെ വേണ്ട രീതിയിലുള്ള ഇടപെടലെല്ലാം ഇന്നലകളിൽ നമ്മളുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഉണ്ടാകും. ശ്രീ MK രാഘവൻ അടങ്ങുന്ന ഞങ്ങളൊക്കെ ഇന്ന് ഇവിടെ നിൽക്കുകയാണ്. ഇനി അർജുനെ കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ ഇവിടെ നിൽക്കണം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ഇവിടെയാണുള്ളത്. എന്തായാലും മറ്റെന്തെങ്കിലും ഒരു ശുഭവാർത്ത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച്, നമുക്കറിയാലോ ഈ ദിവസം 6 പിന്നിടാനായി. നമ്മളൊക്കെ ആ മണ്ണിനടിയിൽ ഉണ്ടാകുമെന്ന് കരുതി ഒരാൾക്കും ഈ സമയം വരെ ആ മണ്ണിനടിയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ അതേസമയം കുടുംബത്തിന്റെ ഒക്കെ വലിയ വേദനയും ഒക്കെ നമ്മളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് പ്രതീക്ഷിക്കാം, എന്തെങ്കിലും ഒരു നല്ലൊരു വാർത്തയ്ക്ക് ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഇപ്പൊ പറയാൻ സാധിക്കൂ. യെസ്, അഭിജിത്തിന് ഞങ്ങളും എല്ലാവിധ പിന്തുണയും ഒക്കെ ഞങ്ങളും നൽകുകയാണ്. അവിടെ നിന്ന് ഒരു നല്ല വാർത്ത കൊണ്ടുവരാൻ അഭിജിത്തിന് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ ആ കുടുംബത്തിന് ഇപ്പോഴൊക്കെ ഈ ഘട്ടത്തെ ഒന്ന് അതിജീവിക്കാനും അവർക്ക് കൂടുതൽ ധൈര്യം പകരാനും ഒക്കെ അവിടെ നിലനിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ തുടർന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. തുടർന്നും അവിടെ നിന്നൊരു നല്ല വാർത്ത വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. വളരെ നന്ദി ശ്രീ അഭിജിത്ത്. ഏതായാലും ഇതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇപ്പോഴും പ്രതീക്ഷ നമുക്കുണ്ട്. മഴ ഒരു വലിയ തടസ്സമാണ്. ചൊവ്വാഴ്ച രാവിലെ നടന്ന ഒരു അപകടം, അത് മണിക്കൂറുകൾ കഴിഞ്ഞ്, ദിവസങ്ങൾ കഴിഞ്ഞ്, ഏതാണ്ട് ആകാറാകുമ്പോഴും നമുക്ക് കൃത്യമായ ഒരു ഉത്തരമില്ല. അർജുൻ്റെ കുടുംബവും അവരുടെ മുഖവും എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഉണ്ട്. ഇപ്പോൾ അടിയന്തരമായി ഒരു യോഗം കാർവാറിൽ ചേരുന്നു എന്നാണ് അഭിജിത്ത് വ്യക്തമാക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി ആ യോഗത്തിൽ പങ്കെടുക്കും. ഉന്നത ഉദ്യോഗസ്ഥരെ ഒക്കെ ആ യോഗത്തിൽ പങ്കെടുക്കും. ഇനി 3 പേരെ കൂടിയാണ് അവിടെ മൊത്തത്തിൽ കണ്ടെത്താനുള്ളത് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അപ്പോൾ ആ 3 പേരെയും കണ്ടെത്തുക എന്ന ദൗത്യം തുടരും എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഏതായാലും നമ്മുടെ നേതാക്കൾ, ഇവിടെ നിന്ന് ആളുകളും കോൺഗ്രസ് നേതാക്കളും ഒപ്പം സർക്കാരിൻ്റെ പ്രതിനിധികളുമൊക്കെ കനത്ത സമ്മർദ്ദം കർണാടക സർക്കാരിന് മുകളിൽ ചുമത്തുന്നു എന്നതും ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാര്യം തന്നെ. അബ്ദുൾ ജബ്ബാർ എന്നൊരു പ്രേക്ഷകൻ എനിക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൾ ജബ്ബാർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? അബ്ദുൾ ജബ്ബാർ കേൾക്കാമോ?
കേൾക്കാം. ഞാൻ മലപ്പുറത്തു നിന്നാണ് വിളിക്കുന്നത്. അബ്ദുൽ ജബ്ബാർ, ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. കേരളം കണ്ടോടെ വേദനയോടുകൂടി ആ കുടുംബത്തിന്റെ വാക്കുകൾ കേട്ടു. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് അർജുൻ മടങ്ങി വരണം എന്ന ആഗ്രഹമാണ് ഉള്ളത്. ശക്തമായ സമ്മർദ്ദം സംസ്ഥാനത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ട്. നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. ഈ അബ്ദുൽ ജബ്ബാറിന് എന്ത് പറയാനുണ്ട് ഈ കുടുംബത്തോടും അതോടൊപ്പം തന്നെ ഈ നാടിനോടും? കുടുംബത്തിനോട് പറയാനുള്ളത് ഇവരുടെ വേദനയിൽ പങ്കുചേരുന്നു. അതിനകത്ത് പ്രകൃതി അല്ലേ, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളെ നാട്ടിനകത്ത് മണ്ണിനടിയിലുള്ള ഒരു ഇത്രയും ടൺ കണക്കിന് മണ്ണിന്റെ അടിയിൽ ഒരു വസ്തുവിനെ കണ്ടുപിടിക്കാൻ നമുക്ക് ചെറിയൊരു തീപ്പെട്ടിക്കൊള്ളിയൊന്നുമല്ല, ജസ്റ്റ് വലിയൊരു ഭാരത് ബെൻസിന്റെ വണ്ടിയാണ്. അപ്പോ ഇതിന് എനിക്ക് പറയാനുള്ളത്, ഈ നമ്മുടെ ബോർവെൽ മെഷീൻ കണ്ടില്ലേ, കുഴൽ കിണറുകളൊക്കെ അടിക്കുന്ന അപ്പൊ അത്തരം മെഷീനുകൾ ഉപയോഗിച്ചിട്ട് ഒരു 4 മെഷീനുകൾ ഒരുമിച്ച് റൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ചെറിയ ഹോൾ, ഇത്രയും മണ്ണെടുത്ത് സമയം കളയുന്നേക്കാൾ ബെറ്റർ ആണ് ഒരു 4 മെഷീൻ കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ മരമാണല്ലോ വണ്ടിക്കകത്ത്, ആ മെറ്റലിന്റെ ഭാഗത്തേക്ക് മരത്തിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ ഓപ്പറേറ്റർക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് തള്ളിയിട്ട് നേരെ ഈ വെയിറ്റ് വന്ന് ആ ഒരു ഭാഗം തന്നെ ഒരു കർവാണ് അവിടെ ഉള്ളത്. ശരിക്കും മണ്ണിടിച്ച് കഴിയുമ്പോൾ അതിന്റെ ഉണ്ടായിരുന്ന ടാങ്കർ തെറിച്ചു പോയിട്ടുണ്ട്. 40 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് പോയിട്ടുള്ളത്. സോ ആ 40 കിലോമീറ്റർ അപ്പുറത്തുള്ള അവിടുന്ന് ഇങ്ങോട്ട് ഒരു ബോട്ട്, തോണി ബോട്ട് വഴി പോലെയുള്ള തെരച്ചിലുകളും ഈ പുഴയിലെ ഭാഗം ഈ മണ്ണ് തള്ളുന്ന സമയത്ത് പുഴയുടെ ആ ഭാഗത്തേക്ക് നല്ല ഉണ്ട്, ായിരിക്കും മണ്ണ് വന്ന് വീഴുന്നത്. അപ്പൊ ആ ഭാഗത്തും ഇതുപോലെയുള്ള തെരച്ചിലുകൾ നടത്തിയാൽ റഡാർ ഒരു കനമുള്ള ഒരു വസ്തു ഇപ്പോ എനിക്ക് മനസ്സിലാക്കുന്നത് റഡാറിൽ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവിടെ വല്ല മെറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ റോഡിന് വേണ്ടിയിട്ട് റോഡ് സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫുട്ബോൾ കമ്പിയുടെ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെയുള്ള എന്തെങ്കിലും ആയിരിക്കും അവരുടെ റഡാറിൽ കണ്ടിട്ടുണ്ടാവുക. കൃത്യമായിട്ട് ഈ ലോറിനൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല റഡാറിൽ. അത് പിന്നെ പറയാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട് സാറേ. പിന്നെ പറയാനുള്ളത് ടെക്നിക്കലി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ വണ്ടിക്കകത്ത് GPS ഉണ്ട്. GPS വെച്ചിട്ട് വണ്ടി ഈ സംവിധാനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സംവിധാനം ഉണ്ട് എന്തായാലും. പക്ഷെ ഈ വണ്ടി, ഈ മനാഫ് എന്ന് പറയുന്ന ഈ RC ഓണർക്ക്, വണ്ടിയുടെ ഓണർക്ക് ആ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ടെക്നിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വെഹിക്കിൾ ഇപ്പൊ അറിയാലോ, ചില വണ്ടികളൊക്കെ നമുക്ക് റിമോട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതെ, അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അത്തരത്തിൽ ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ മൊബൈൽ സിഗ്നൽ, അദ്ദേഹത്തിന്റെ മൊബൈൽ 2 ദിവസം മുമ്പ് ഓൺ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സിഗ്നലും റഡാറിന്റെ സംവിധാനം ഉപയോഗിച്ചുള്ള സിഗ്നലും അതുപോലെ തന്നെ വണ്ടിയുടെ GPS കിട്ടിയുള്ള സിഗ്നലും ഇതുകൂടിയും ഒരു ടെക്നിക്കലായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുവിധം കൃത്യത കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ അബ്ദുൽ ജബ്ബാർ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ സൈബർ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരം ഇതിന്റെ ഒരു പരിജ്ഞാനം അറിഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാണ്, കാരണം ഇത്രയും കൃത്യമായി ഇത് പറയുമ്പോൾ. യെസ്, അല്ല അത് എന്താന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള മാർഗ്ഗമാണ്. ഇപ്പൊ അത്രയും മണ്ണ് 6 ദിവസമായിട്ട് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുക. 4 ബോർവെൽ മെഷീൻ കൊണ്ടുവന്നിട്ട് അടിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഒറ്റ ദിവസം കൊണ്ട് അത്രയും മണ്ണ് നീക്കേണ്ട കാര്യം. നമുക്ക് രക്ഷാപ്രവർത്തനമാണ്, റോഡ് റെഡിയാക്കലല്ല നമ്മുടെ ആവശ്യം. ആളെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള പണി എടുക്കുക എന്നുള്ളതാണ്. 4 കോയൽ കിണർ മെഷീൻ വെച്ച് താഴ്ത്തി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഒരു 3 മണിക്കൂർ കൊണ്ട് റിസൾട്ട് അറിഞ്ഞില്ല. 4 ഭാഗത്തിൽ 4 ഹോൾ അറിയാലോ, വലിയ വണ്ടിയല്ലേ, 150 മീറ്ററിൽ നിൽക്കുന്ന ഒരു 4 വണ്ടിയിൽ എന്തായാലും അറിയാൻ പറ്റില്ല അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത്. വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്നാണ് ചേരുന്നത്, ഉണ്ണികൃഷ്ണൻ കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കൊല്ലത്ത് മാടന്നടയിൽ നിന്ന് വിളിക്കുകയാണ്. ഇതിപ്പം ലേറ്റായി എന്നുള്ളതാണ് സങ്കടം. ലേറ്റായി. ഇനിയിപ്പൊ ഇത് വന്ന് ഈ അഭിജിത്ത് വന്നിരുന്നപ്പോ ന്യായീകരിക്കുകയാണ്. അവര് ലേറ്റായിട്ടില്ല എന്ന് പറഞ്ഞത്. ഇവരൊക്കെ ഇത് കാറ്റില്ലെന്ന് സിദ്ധരാമയ്യ ഇപ്പൊ ഇന്ന് വന്ന ശേഷം മഴയും പെയ്തു, ശരിയല്ല. പക്ഷെ ഈ സിദ്ധരാമയ്യക്ക് ഒരു 3 ദിവസത്തിന് മുമ്പ് ഇതേക്ക് വന്നിരുന്നെങ്കിൽ, അതായത് ഇന്നിപ്പോ അരുൺകുമാർ റിപ്പോർട്ടർ കൂടെ പറഞ്ഞിരിക്കുന്നത് SP കണ്ടിട്ടില്ല എന്നാണ്. അപ്പൊ നമ്മൾ ലൈവിൽ കാണുകയും ചെയ്ത് അരുൺകുമാർ ചോദിക്കുമ്പോൾ SP വേറെ SP എന്ന് ചോദിക്കുമ്പോൾ 9 മണിക്ക് ഒരാൾ SP 10 മണിക്കും വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അരുൺകുമാറിനെ അടിച്ചില്ലെന്നേ ഉള്ളൂ. കാരണം ആ രീതിക്ക് വളരെ നികൃഷ്ടമായിട്ടാണ് മറ്റ് സ്റ്റേറ്റുകാർ അവർ കാണുന്നു എന്നുള്ളതാണ്. ഇനി യുവന്മാർ, ഈ കോടീശ്വരന്മാരായ ഇവര് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാവാൻ നിൽക്കുന്ന 2 പേരാണ് ഈ സിദ്ധരാമനും ഈ DK ശിവകുമാറൊക്കെ. ഇവനെയൊക്കെ ഇന്ത്യയെ ഏൽപ്പിച്ചാലുള്ള സ്ഥിതി എന്തുമായിരിക്കും? ഇനി ഒറ്റ കാര്യം ചെയ്യാനുള്ള നമ്മളെ ചാനലുകാരും നമ്മളെ കേരളത്തിലുള്ള സർക്കാരും എല്ലാം കൂടെ ചേർന്ന് ചെയ്യാനുള്ളത് ആ സ്റ്റേറ്റിനെതിരെ
സുന്ദരമായ കേസ്. അത് ചിലപ്പോൾ ആ വീട്ടുകാർക്ക് അത്രയും രൂപ കാണണമെന്നില്ല. നമ്മൾ സ്റ്റേറ്റ് തന്നെ കേസെടുക്കുകയും, കാര്യം ഇത് ഹൈവേ ഉണ്ടാക്കിയതിലുള്ള പാളിച്ച കൊണ്ട് കുത്തനെ ഇടിഞ്ഞു പറഞ്ഞു വീണെന്നാണ് ഇപ്പം പലരും പറയുന്നത്. ആ വിദഗ്ധർ പറയുന്നത് ഇത് ഇങ്ങനെയല്ല, ചരിച്ചൊക്കെ വെട്ടിയിറക്കണം. എന്തുവായാലും ശരി, ഈ വീട്ടുകാർക്ക് വേണ്ടി, ഈ അർജുനന് വേണ്ടി നമ്മൾ ജീവനോടെ വന്നാൽ പോലും ഇത്രയും ദിവസം ഇതിനകത്ത് ശ്വാസം പൊട്ടിയ അർജുനന് വേണ്ടി സ്റ്റേറ്റ് തന്നെ കേസ് ഫയൽ ചെയ്യുകയും ആ സംസ്ഥാനത്തിന് എതിരെ അതിശക്തമായ ഒരു കേസിൽ പോവുകയും ഒരുവിധ കോംപ്രമൈസിലും പോകരുത്. ഈ അഭിജിത്തിന്റെ കണക്കുള്ളവനൊക്കെ നാളെ കേരളം ഭരിക്കാൻ നിൽക്കുകയാണ്. അത് മാത്രമല്ല, അവിടുത്തെ കോഴിക്കോടത്തെ ഒരു MP ഉണ്ടായിരുന്നു. അയാളെ 18-ാം തീയതി വിളിച്ച ആള്, അയാൾ അപ്പഴേ അവിടെ പോയി കുറച്ചുകൂടെ പാസ്സാണ്. അവിടുത്തെ MLA നിൽക്കുന്നുണ്ട് രാവിലെ 8 മണി. ആ സതീഷ് എന്ന് പറഞ്ഞ മനുഷ്യൻ രാവിലെ 8 മണിക്ക് നിൽക്കുക. അത് ഒരു കാര്യം, അയാൾ സ്വതന്ത്രനായ MLA ആണ്. അയാൾക്ക് ആരും പേടിക്കാല്ല. അയാൾ അവിടുത്തെ അവരെ സർക്കാരിനെ പോലും അയാൾക്ക് പേടിക്കുന്നില്ല. അയാൾ അവിടെ ഈ പത്രക്കാരൊക്കെ അയാളെ പറഞ്ഞ് കയറിയാണ്. സത്യത്തിൽ ഇത് നമ്മൾ കുറച്ചുകൂടെ രൂക്ഷമായിട്ട് എടുത്തിട്ട് അതിഭയങ്കരമായ രീതിയിൽ നമ്മളെ ചാനൽ വഴി ഇന്ത്യ മൊത്തം ഇതങ്ങ് വ്യാപിക്കണം. വ്യക്തമാണ് ഏതായാലും താങ്കളുടെ അഭിപ്രായം. കൃഷ്ണൻകുട്ടി എന്നൊരു പ്രേക്ഷകൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ റഡാറും GPS-ഉം ഒക്കെ നമ്മളുടെ പ്രതീക്ഷകൾക്കൊത്ത് പ്രവർത്തിച്ചിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്, അതോ നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നതിൽ എന്തെങ്കിലും പാകപ്പിഴയുണ്ടായി എന്നാണോ കണക്കാക്കേണ്ടത്? ഹലോ, ഇതുവരെ ഇപ്പം വാർത്ത പറയുന്നത് ഈ റോഡിൽ വണ്ടിയില്ലെന്നാണ്. അപ്പം പിന്നെ GPS-ന്റെ ഇതിന്റെയൊക്കെ തകരാറാണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ആദ്യമായിട്ട് പറയാനുള്ള പിന്നെ ഈ അർജുൻ എന്ന് പറഞ്ഞ അവരെ കുടുംബം 3 ദിവസമായിട്ട് ഈ സംഭവം അറിഞ്ഞിട്ട് കർണാടക സർക്കാരിനോട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടെന്നൊക്കെയാ പറയുന്നത്. പിന്നെ എനിക്ക് അവർ ബന്ധപ്പെട്ടിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കേരളം ഒട്ടാകെ അറിയപ്പെടുന്നത്. പക്ഷെ നമ്മുടെ ഈ കേരളത്തിലുള്ള മാധ്യമങ്ങളാണ് ഇത് പുറത്ത് കൊണ്ടുപോകാൻ തന്നെ സഹകരിച്ചതും അവരാണിത് കൊണ്ടുവരികയും ചെയ്യുകയൊക്കെ ചെയ്തത്. അവർക്ക് ആദ്യമായിട്ട് അഭിനന്ദനം കൊടുക്കണം. അതേപോലെ തന്നെ കേരള സർക്കാർ പിന്നെ ഇത് ഇടപെട്ട് പെട്ടെന്ന് ഇതിന്റെ നടപടികളൊക്കെ സ്വീകരിച്ചത് നമ്മൾ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത്രയും ദിവസമായിട്ട് ഇപ്പം ഇന്നും മുഖ്യമന്ത്രി കർണാടകത്തിലെ മുഖ്യമന്ത്രി വന്നു. പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ച് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സ്ഥിരീകരിച്ചു. അതിന് അഭിനന്ദനം ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഈ ഇത്രയും ദിവസവും ഇതിനൊരു താമസം വന്നതിന് പിന്നെ നമുക്ക് സർക്കാരിനോട് ഒരു വ്യക്തിപരമായിട്ടൊരു വ്യക്തമാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം വ്യക്തമാണ്. ഏതായാലും ഈ നാട് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇന്ന് ഈ നാടിൻ്റെ തന്നെ മൊത്തം ആവശ്യമാണ് അർജുൻ മടങ്ങി വരിക എന്നുള്ളത്. ഇതിൽ തുടക്കത്തിൽ അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കർശന നടപടി ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് തരുമ്പോൾ ആ ഉറപ്പ് നമ്മൾ പാലിക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്താൻ കൂടി ബാധ്യസ്ഥരാണ്. ഏതായാലും ഈ GPS സംവിധാനവും അതുപോലെ റഡാർ സംവിധാനത്തിലും നോക്കിക്കണ്ട കാര്യങ്ങളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് വന്നത് ഈ വാഹനം ഇരിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ചെന്നതും ഇനി മനസ്സിലാക്കാനുണ്ട്. ഏതായാലും ഈ വാർത്തയുടെ എല്ലാ വിവരങ്ങളും അതാത് സമയം വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കും. പൊതുവേദി പക്ഷേ ഇവിടെ സമാപിക്കുന്നു. പക്ഷേ ഈ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങളുമായി ബുള്ളറ്റിനുകൾ തുടരും. പൊതുവേദി നാളെ മറ്റൊരു വിഷയവുമായി വരും. നന്ദി.